നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോലാഹലമേടിൽ നിന്ന് പുള്ളിക്കാനം യാർഡ് വരെയുള്ള യാത്രയാണ്. അതായത് വാഗമൺ ചുറ്റി വാഗമൺ ടൗണിൽ കൂടിയുള്ള ടിപ്പറയിലുള്ള യാത്രയാണ് നമ്മുടെ ഈ പുതിയ വീഡിയോ. എല്ലാവരും മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ബട്ടൺ അമർത്താനും മടിക്കരുത്. നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്താം. ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രവീണിൻ്റെ വണ്ടി കിട്ടിയ കാര്യം ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഗമണ്ണിലെ റോഡിൻ്റെ പണിയിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രവീണിൻ്റെ വണ്ടി കിട്ടിയ പ്രവീണിൻ്റെ വണ്ടി പുള്ളിക്കാനം യാർഡിലേക്കുള്ള യാത്രയാണ്. അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വല്ലേ കോലാഹലമേട് ഇവിടെ ഇതും വാഗമണുമായിട്ടൊരു 3 കിലോമീറ്ററിന് 3 കിലോമീറ്റർ വെച്ചോണ്ടേ ഒരാൾക്ക് വാഗമണി ഈ വഴി ഈ കൊടുത്തി പെടുത്തുവാ. ഇവിടെ എല്ലാം മിറ്റിലിട്ടുണ്ടല്ലോ. ഇത് വേറെ അല്ല, ഈ മെയിൻ റോഡ് ഇവിടെ ഈ ഇതിനകത്ത് പെടുത്തി പണി പോകുന്നു. ആ അതാ ചോദിച്ചേ. നമ്മളിപ്പോ പറച്ചിൽ എങ്ങനെയല്ലേ, വാഗമൺ റോഡ് നല്ല പറച്ചില്. നിലവില് ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ലോ. വാഗമണിലെ പണി തീർത്തെന്ന് പറയുകയും ചെയ്യും. ഇതിപ്പം തല്ലി പഠിച്ച് ഇവിടെ വരെ നല്ലപോലെ പണിയും. ചോട് വരെ അങ്ങനെയുള്ള കളി എങ്ങാണ്ട് കളിക്കുന്നത്. ബുദ്ധി വെച്ചു വർത്താനം പറഞ്ഞു പോവാണെങ്കിൽ വീഡിയോ ആയിട്ടിരിക്കും. കട്ടപ്പന വണ്ടി. അപ്പൊ നമ്മൾ വന്ന വഴിക്ക് കോലാലപേട്ടയിൽ നിന്ന് പ്രവീണിനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞല്ലോ. പ്രവീണിനെ കണ്ടു കിട്ടി. പ്രവീണ് പുള്ളിക്കാരത്തിന് ഓട്ടം പോവും. അപ്പൊ നമ്മള് പുള്ളിക്കാരവിടെ കാണാൻ പോവാ. നമ്മളെ ബാബുച്ചാരനുണ്ട്. ബാബുച്ചാരൻ ഇളങ്കാട്ടിൽ നിന്ന് പ്രവീണിന്റെ കൂടുതൽ കയറി പോന്ന. നമ്മളിവിടെ വന്ന് കറങ്ങാനാണ് 2 ദിവസം കറങ്ങിയാലും നടന്ന് പറഞ്ഞോ. ഇത് അറിയണമെങ്കിൽ നടന്നു വന്ന ഒരു ഏരിയ തീർക്കാനേ പറ്റുള്ളൂ. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലേ വന്ന് ഞങ്ങൾ ഇതിലെ ഏലപ്പാട് കൂടി പോകരുത്. അതെ. അല്ല, പണ്ടൊക്കെ വെച്ചാല് ദുഃഖവെള്ളിയാഴ്ച വരുമ്പോഴേ കുരിശുമലയും കയറി തങ്ങൽവാറും കയറിയിട്ട് ആൾക്കാർ വീട്ടിൽ ചെല്ലുന്നത്. അത് രാവിലെ പോരുകയും ചെയ്യും. ഇപ്പൊ അല്ലാതെ നടന്നു കയറി പോകാൻ പോലും മടിയാ. ബസ്സിന് പോയിട്ട് അല്ലെ വണ്ടിക്ക് പോയിട്ട് ബിരിയാണി കഴിക്കാനായിട്ട് 3/4 മണിക്കൂർ കൊണ്ട് വീട്ടിൽ നിന്ന് കയറി ഇവിടെ വരുമായിരുന്നു. നാടിനകത്ത് കയറി ഇപ്പം പറ്റുമോ? ഇപ്പൊ തലേദിവസം നടന്നാലേ വിദ്യാഭ്യാസം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടല്ലേ ഈ? അല്ല, ഇത് വാഗമൺ 1 കിലോമീറ്റർ ഉണ്ട്. 3-4 കിലോമീറ്റർ ഉണ്ട്. വഴിക്കടവ്. ഇത് റിസോർട്ടിനായിരിക്കും അല്ലേ? റിസോർട്ടുകളിൽ പോവാന്ന് പണിയുന്നുണ്ട്. അതിനുള്ള ഭാഗമായിട്ടുള്ള ഇവിടെയൊക്കെ വന്ന് നല്ല പാർക്കിംഗ് ഏരിയയൊക്കെ ഉള്ള സ്ഥലമുണ്ട് അല്ലേ? അമ്മമാർക്ക് വേണ്ടെന്നാ കാട്ട് പണിയുന്നുണ്ടാ പോരെ. അങ്ങോട്ട് പണിയുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞറിയോ, ഈ ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ഇതിന്റെ ഈ ലെവലും കാര്യങ്ങളെല്ലാം പണി തീരും. പിന്നെ ഇവിടെ ടാർ ചെയ്ത് പറഞ്ഞാൽ താഴോട്ട് പണി തുടങ്ങുന്നതാണ്. അങ്ങനെയല്ല ഇവര് പറഞ്ഞത്. 4 മാസം കൊണ്ട് മൊത്തം തീർക്കുന്നില്ല. 4 മാസം കൊണ്ട് തീർക്കേണ്ട അതിനുള്ള പണിയേ ഉള്ളത്. ഇത് 2 പേര് 2 വണ്ടിയൊക്കെ വെച്ചോണ്ട് വരുന്ന. ഇവിടെ പണിയുന്ന സമയത്ത് ഒരു ഹിറ്റാച്ചും കുറെ പണിക്കാരും കൊണ്ട് നാട്ടിലെ കലിങ്ങിന്റെ പരിപാടികളെല്ലാം. പിന്നെ ഇപ്പൊ ഒക്കെയാണ് കലിങ്ങ് വാർത്തിട്ട എന്റെ പാടവിടെ കിടന്നോളും. എല്ലാം മരങ്ങളായി.
ഇപ്പൊ വീട് സ്ഥലമൊക്കെ വിൽപ്പനയ്ക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 17 സെന്റ് സ്ഥലം എന്നൊക്കെ പറയുന്നത്. ജീപ്പുകൾ ഇവിടെ 250-300 ജീപ്പാണ്. ആണോ? അതും തികയല്ല ചിലപ്പോ. എങ്ങനെ? അതും തികയല്ല. ആ ഈ ആൾക്കാര് ഇങ്ങനെ തിങ്ങി കഴിയുമ്പോഴേ ഷട്ടിലോ? ഷട്ടിലല്ല, ഈ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോ അല്ലേ. ഈ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവിടെ ഉള്ളത് കൂടുതൽ വാഗമണ്ണില്. ടൗണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ടൗണുമായിട്ട് ഒരു സാധനമില്ല. അല്ല ഇവിടെ ഇത് കണ്ടതോ, തടാകം ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അത് ആ താഴെഭാഗത്ത് കണ്ടുണ്ട്. ഒത്തിരി ഏറിയ നമുക്ക് ഇതിന്റെ അകത്ത് അല്ല, ഒത്തിരി പേരൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാണുന്നത് നമ്മള് വാഗമണ്ണിൽ ഇങ്ങനെ തടാകം. അതൊക്കെ ഉണ്ട്. പകുതി കാര്യങ്ങളും അറിയില്ല. അത് ഓരോരുത്തര് സ്ഥലം എടുത്ത് കൈകാര്യം ചെയ്തിട്ട് അതല്ല ബോട്ടിങ്. അവിടെ കൊണ്ടോ ഞങ്ങൾ ഇവിടുന്ന് ഓരോ ചാക്ക് വളം എടുത്ത് ഇതിൽ നടന്ന് നമ്മൾ അതിനകത്ത് വരും. മാത്രം പോലത്തെ ജീപ്പാ കൂടുതൽ അല്ലേ? ഇതായിരിക്കും ബോട്ടിങ്ങിന്റെ ഇതുണ്ടോ. അവര് തടാകം കാണാനുണ്ട് കണ്ടോ. വാഗമണിലെ റിസോർട്ടുകൾ കൂടുതൽ ഉള്ളത് ഇവിടെയാ. അത് കടയാ, ആ ഏരിയയെല്ലാം കടയാ. ഒത്തിരി പേര് സ്ഥലവും വീടും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് വാഗമണ്ണിനോട് അടുത്ത്. ഇവിടുത്തെ പമ്പാണ് ഓട്ടോക്കാരൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇതാണ് മറ്റേ തേയിലപ്പൊടിയുടെ മെയിന് മാസ്കോ. അവിടെ വാഗമൺ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വണ്ടികളുണ്ട്. അവനിങ്ങോട്ട് നോക്കിയിട്ടില്ല, അവൻ അറിയത്തുമില്ല. ഇന്നിപ്പോ ടൗണായോ? ഇപ്പൊ വാഗമൺ ടൗണാ. എവിടുന്നാ? നിങ്ങളുടെ ബന്ധുക്കാരൻ സുരേഷ്, ഇവരുടെ ബന്ധുക്കാരനാണ്. ആ സുരേഷാണോ? മറ്റേ വെങ്ങാറിന്റെ സ്ഥലം എവിടെയായിരുന്നു? മറ്റേ സുരേഷ് ഇല്ലേ കടയുള്ള കട ഉണ്ടായിരുന്നു, ആ സുരേഷിന്റെ കാര്യമില്ല പറഞ്ഞു. ആണോ? പുള്ളി എവിടെയാ ജോലി ഉണ്ടെന്നാണ് ഇവിടെയാണെന്ന് എനിക്കറിയാം. ചന്ത. അങ്ങനെ വാഗമൺ ടൗണിലൂടെ നമ്മൾ പുള്ളിക്കാനത്തിന് പോകുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
മറ്റേ നെല്ലൂരിയുടെ ഒക്കെ കട. പഴയ മോഡലുള്ള കടകളും വീടുകളും അല്ല മൊത്തം അല്ലേ? ഇത് നേരെ കട്ടപ്പന. ഏതാണോ വളകോട്? ഇത് പുള്ളിക്കാനം അല്ലേ? 5 മണിക്കൂർ വളകോട്ടി ചെല്ലാൻ. വലിയ പോലീസ് സ്റ്റേഷൻ വാഗമൺ. ഇത് ആ മേലെ കാണും. നേരത്തെ നീ ഇപ്പൊ പറഞ്ഞ പമ്പായിരുന്നു. അപ്പുറം പറഞ്ഞില്ലേ? അവിടെയാണ്. അതൊക്കെ തന്നെ തട്ടുതട്ടായിട്ട് പണിതിട്ടേക്കണം. റിസോർട്ടിന്റെ ഭാഗമാണ്. കമ്പി അടിച്ചിട്ടേക്കുന്നതായിരിക്കുമല്ലേ? അത് ഇത് തന്നെ അല്ലാതെ മറ്റേ മണ്ണിളക്കി പണി വാച്ച് ടവർ ആയിരിക്കും അല്ലേ? മണ്ണിളക്കി പണിയുന്നില്ല. തടാകം കണ്ടോ അവിടെ? ബോട്ടിങ്ങിനൊക്കെ അവിടെ നടക്കുന്നു. ഇന്നത്തെ മണിയില്ലായിരുന്നോ അച്ഛൻ? ഇല്ലായിരുന്നു. എറിവിന്ന് കയറി വരാൻ വേണ്ടി തന്നെ ഇരുന്നാണോ അതോ? കോൺക്രീറ്റ് ഉണ്ടോ അതിന്? പാസിയിട്ടൊക്കെ അവിടെ അല്ലേ? പാസിയിലൊക്കെ അവിടെ എന്തെറ്റിക്കണ്ടല്ലോ കുഴക്കിണർ അടിച്ചിട്ട് രണ്ടിടത്ത് വെള്ളം കിട്ടി. വെള്ളമില്ലെന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കപ്പിയാക്ക തോട്ടത്തിന്റെ അതല്ലേ? അവര് ഇവിടെ തമിഴ്നാടൊക്കെ രണ്ടെണ്ണം കുത്തി. രണ്ടെണ്ണം കുത്തി. അവര് സാധനം കാണാൻ വന്നതെന്ന് പറഞ്ഞായിരുന്നേ. ഭയങ്കര വെള്ളമാണ്. പക്ഷെ തമിഴ്നാടക്കാർ അവരുടെ കുത്തിയാണ് അപ്പുറം. അതിനകത്ത് വെള്ളമില്ല. അല്ല അത് നേരത്തെ കണ്ട സാധനം കണ്ടല്ലേ? ഈ ബാജാടെ കണ്ടല്ലോ? അല്ല ഏത് ബാബു? മണ്ണു ബാബുല്ലേ? മണ്ണു മറ്റേ മുക്കളത്ത് താമസിച്ചോന്നേ. ഇത് നല്ല സാധനം കാണിച്ചക്കാരാ. അവനിപ്പോ ഇവിടെ അല്ലല്ലോ, വേറെ എവിടെയാണോ താമസിക്കുന്നത്? അപ്പുറത്തെല്ലാം വിറ്റല്ലോ. മുക്കളത്ത് വിറ്റോ? മിക്കവാറും വരുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ. കഴിഞ്ഞ ദിവസം പുള്ളി കാർഡ് ഇട്ടിട്ടുണ്ട്. അതില് കറക്റ്റായിട്ട് അറിയാതെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. വണ്ടിപ്പേരിൽ കിട്ടാൻ തോന്നല്ലേ? നമ്മളാ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നെ വൈകിട്ട് വിളിച്ചായിരുന്നു. ഒരു 6-7 പേരാണ്ട് സാധനം കാണാൻ വിളിച്ചെന്ന് പറഞ്ഞിട്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് പുള്ളിക്കാനം? കുറച്ചുകൂടെ ഉള്ളു. നമ്മള് പുള്ളിക്കാരൻ ടൗണിൽ വരാൻ പോകുന്നില്ല. ഇറക്കി ഇറങ്ങി ചെല്ലുന്നോട്ടോ ബിവറേജ്. അത് വേണം. കേരള സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ
ഇത് വാഗമണ്ണിനും പുള്ളിക്കാനത്തിനും ഇടയ്ക്കല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ ഇവിടുത്തെ എല്ലാം കാളിൽ കൂടുതൽ ആൾക്കാർ വരുന്ന റിസോർട്ട് നമ്മളെവിടെയാന്ന് തോന്നുന്നു. ഈ മേലാത്തരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതാണ്. എന്നും ഒച്ചയും വേളം ഉണ്ടല്ലോ, പാട്ട്. അവിടെ വരുമ്പോ കാണാൻ ഇച്ചിവിടെ കാണാൻ വ്യൂസ് കൂടുതലുണ്ട്. ഇവിടെ വരുന്ന പോലെ അല്ല. രാത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റും പെട്ടവും അത് കാണാം. പകലാണെങ്കിൽ അങ്ങനത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ പോയി തേയിലയും മുട്ടക്കൊന്നും ഇതല്ല അല്ലേ? നിർത്തി കഴിഞ്ഞാൽ തീർന്നു. അത് ഈ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നു. അതെ അതെ. അതായത് ടിവിയിലൊക്കെ വാർത്ത ഇതിന്റെ പുറകെ ഇത് കാണിക്കുന്നു. അതെ, അതിന്റെ ഷേപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നത് കാണുമ്പോ ഭയങ്കര ഭംഗി. ഇവിടുന്ന് ഈ താഴോട്ട് കിടക്കുന്ന വഴിയെ കണ്ട ശിവേഷിന്റെ റിപ്പോർട്ടോട്ട് പോകണ്ടേ? ആണോ? ഇത്രയും മാറിയാ? ഇവിടെ മൊത്തം റിസോർട്ടുകളല്ലേ? അവിടെയാണ് നമ്മുടെ കുട്ടികത്തെ കുഞ്ഞോളില്ലേ, കുട്ടികത്തെ പാപ്പത്തിന്റെ മകൾ. ഈ പാസിയൊക്കെ തന്നെ ഇവിടെ തന്നെ വേറെ ഏതോ സ്ഥലം എടുത്തിട്ടുണ്ടല്ലോ, നല്ല പൊക്കത്തിലങ്ങാണ്. സ്ഥലം ഏതാന്ന് കറക്റ്റ് എനിക്കും അറിയത്തില്ല. 10 ഏക്കറാണുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 10 ഏക്കർ എടുത്തേക്കും. അവിടെ എന്നാലും ഈ പറയുന്ന ഏറ്റവും ഉയരമുള്ള സ്ഥലമാണോ അത്? ഇതിനകത്ത് എവിടെ വെക്കുമ്പോ ആണോ? എല്ലാ സൈഡിലോട്ടും കാണാം. വേറൊരു വീഡിയോ തന്നെ കാണിച്ചായിരുന്നു. എല്ലാ സൈഡിലോട്ടും കാണാം. ചെറിയ ചെറിയ റിസോർട്ടുകൾ കണ്ടോ വാഗമണ്ണില്. പൈസ ഉള്ളവര് 4 തൂണ് നാട്ടി അതിന്റെ രീതി വിട്ടാൽ റിസോർട്ടായി. AC-ക്ക് വേറെ പൈസ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അതിന്റെ ആ വ്യൂവിന്റെ അടുത്താണ് പറഞ്ഞത് സ്ഥലം മേടിച്ചേക്കുന്നത്. അവര് മേടിച്ചേക്കുന്നോ? അപ്പൊ അതിന്റെ ടോപ്പ് ആയിരിക്കുമല്ലോ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണോന്ന് അറിയത്തില്ല. മറുപടി വരുന്ന മിക്കവാറും വണ്ടി കൊണ്ട് വരുന്ന. ഇവിടെല്ലാം മിച്ചഭൂമിയായിരുന്നു നേരത്തെ. ഇത് ഒരാളുടെ ആയിരിക്കും മൊത്തത്തിലല്ലേ? അതൊന്നുമല്ല. ഇവിടെയൊക്കെ വെച്ചാൽ റിസോർട്ട് പണിത് വാടകയ്ക്ക് കൊടുക്കുമല്ലേ? ടിക്കറ്റ് കയ്യിരുന്ന് അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വരെ അന്ന് കറങ്ങിച്ച് പെട്ടെന്ന് പോകാൻ വേണ്ടിട്ടിരുന്നാ. അപ്പൊ കിടിലായിട്ട് ഇവിടെ വരെ വന്നു. ഇവിടെ ഇവിടുന്ന് എടുക്കട്ടെ പുള്ളിക്കാരൻ. അതുകൊണ്ട് അവിടെ ഒരു 2 വളം കൂടെ ഉള്ളു അപ്പുറത്തോട്ട്. ഇവിടെ ആ ഒരു പച്ചകോട് ഇരിക്കുന്നുണ്ടോ? ഈ ആളല്ലേ പച്ചകോട് ഇരിക്കുന്നുണ്ടോ? അവിടെ നല്ലൊരു തടാകം അത്. അത് വാഗമണ്ണിന്റെ ഭാഗം തന്നെയാണ്. പുള്ളിക്കാരനാണോ? പുള്ളിക്കാരൻ.
അപ്പം നമ്മുടെ പുള്ളിക്കാനം യാത്ര പുള്ളിക്കാനം ഈ യാർഡ് വരെ ഉള്ളൂ. ഇവിടുന്ന് സാധനം എടുക്കാൻ വേണ്ടി വന്ന വണ്ടിയിലാണ് വന്നത്. പ്രവീണിൻ്റെ കൂടെ നമ്മൾ വന്നു. ഇവിടെ ബാബുച്ചേട്ടനും ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് കട്ട് ചെയ്യുകയാണ്. പുള്ളിക്കാനം യാത്ര. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.